إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എപ്പോഴുമുള്ള ശ്രദ്ധ, നിത്യമായ ജാഗ്രത എപ്പോഴും എന്നും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള വർഗീയതയോ വിഭ്രമോ ഛിദ്രതയോ അതുപോലെയുള്ള വെറുപ്പോ വിദ്വേഷമോ അകറ്റലോ വെച്ചു പുലർത്താത്ത ഒരു മതമാണ്. അതിനൊരിക്കൽ തന്നെ മറ്റ് മതക്കാരോട്, അന്യമത സമൂഹത്തോട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇഖ്തിലാഫിലുള്ള വിഭാഗക്കാരോട് ആത്യന്തികമായി വെറുപ്പിലും വിദ്വേഷവും അതുപോലെ തന്നെ ബന്ധവിച്ഛേദനവും പരിപൂർണാർത്ഥത്തിൽ എന്നത് വെച്ചു പുലർത്തുക എന്നത് അസാധ്യമായ സംഗതിയാണ്. കാരണം ഈ ദീൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദീൻ പൂർണ്ണമാക്കി തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് അവൻ്റെ ദീനായി നമുക്ക് വളരെ കൃത്യമായി തൃപ്തിപ്പെട്ട് തന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ദീനിൻ്റെ വക്താക്കൾ അത് എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത്? അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹത്താൽ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവരാണ്. എന്നാൽ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കാത്ത, അള്ളാഹുവിൻ്റെ പ്രത്യേകം അനുഗ്രഹം ലഭിക്കാത്ത, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഇഖ്തിലാഫിൽ കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ട് താനും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് വലാ തായിരി യതീറു ബിജനാഹൈഹി ഇല്ലാ അംസാലുക്കും. ഭൂമിയിൽ സഞ്ചരിക്കുന്ന ജന്തുക്കളാകട്ടെ, ഇരട്ടച്ചിറകിൽ പറക്കുന്ന പക്ഷികളാകട്ടെ, അതൊക്കെ നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, മൂലപ്രമാണത്തിൽ ഒന്നിനെയും നാം വിട്ടുകളഞ്ഞിട്ടില്ല. വ്യത്യസ്ത രീതിയിലുള്ള മൃഗങ്ങളെ, ആ മൃഗങ്ങളിൽ തന്നെ ഒരുപാട് വിഭാഗക്കാർ, പക്ഷികൾ അതിൽ തന്നെ ഒരുപാട് ഇനങ്ങൾ, മനുഷ്യന്മാരിൽ പ്രത്യേകമായ ജാതികൾ, തൊലികൾ, കുറിയവർ, നീളമുള്ളവർ, വ്യത്യസ്ത രീതികൾ, വ്യത്യസ്ത സ്വഭാവങ്ങൾ, വ്യത്യസ്ത രൂപങ്ങൾ, ഇങ്ങനെയൊക്കെ നാം പഠിച്ചത് എന്താണ്? അതൊക്കെയും ഒരു സമൂഹമാണ്. നിങ്ങളൊക്കെ പോലെയുള്ള ഒരു സമൂഹം തന്നെയാണ് മറ്റുള്ള ജന്തുക്കളും ജാതികളൊക്കെ. അതൊക്കെ നമ്മുടെ പ്രമാണങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ. അത്യന്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരൊക്കെയും അല്ലാഹുവിലേക്കാണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്, മടക്കപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യരെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആത്യന്തികമായ ഒരു കാര്യമാണ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു.
തീർച്ചയായും നിങ്ങളെ ആണും പെണ്ണും ഒക്കെ നാം തിരിച്ചത്, അതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളും ആക്കി തിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും അടുത്തവർ നിങ്ങളിൽ തെക്കും വെച്ച് പുലർത്തുന്നവരാണ്. എന്നാൽ നിങ്ങളിൽ വ്യത്യസ്ത ഗോത്രമുണ്ട്, ജാതിയുണ്ട്, ഉപജാതിയുണ്ട്, പല വിഭാഗക്കാരുണ്ട്. അതൊക്കെ എന്തിനാണ് തിരിച്ചത്? അതൊക്കെ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവുമായി നാമുമായി അടുത്തവർ ആരാണ്? അത് നിങ്ങളിൽ ഏറ്റവും തെക്കോ വെച്ച് പുലർത്തുന്നവരാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അപ്പൊ ഭൂമിയിലെ സകല വസ്തുക്കളും വിഭവങ്ങളും ഇനി അതൊക്കെ മനുഷ്യർക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ വിശ്വാസികൾ അവിശ്വാസികളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല ഇനം ആപ്പിൾ ഉണ്ട്, ബത്തക്ക ഉണ്ട്, പല രൂപത്തിലുള്ള ചൈതന്യമായ വസ്തുക്കളുണ്ട്, പലതുമുണ്ട്. അതിലൊന്നും അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്, അത് അവിശ്വാസികൾക്ക് പാടുള്ളതല്ല. അല്ലെങ്കിൽ ഇത് അവിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്, വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്നൊന്നുമില്ല. അത് മൊത്തം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു, താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലയോ? അവിടെ വിശ്വാസ പ്രശ്നമല്ല. വൽ ഫുൽകി തജ്രി ഫിൽ ബഹർ ബി അംരിഹി, കടലിലൂടെ കപ്പൽ പോകുന്നുണ്ട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. അതും കപ്പലിൽ ആർക്കും കയറാം, അവിടെ അവിശ്വാസ പ്രശ്നമല്ല. ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എങ്ങനെ? ഭൂമിയിൽ താണു പോകാത്ത രൂപത്തിൽ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൃപയുള്ളവനും ദയാപരവനും ആകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട്. വഹമൽനാകും ഫിൽ ബർരി വൽ ബഹ്രി വറസഖ്നാകും മിനത് ത്വയ്യിബാതി വഫളൽനാകും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, നാം സൃഷ്ടിച്ചിട്ടുള്ള മറ്റ് നിരവധി ജീവജാല വർഗങ്ങളുണ്ട്, അവയേക്കാൾ മനുഷ്യർക്ക് നാം പല മഹത്വങ്ങളും നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ജീവജാല വർഗങ്ങളുണ്ട്, എന്നാൽ നമുക്ക് മനുഷ്യർക്ക് എന്താണ് പ്രത്യേകമായ മഹത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് നൽകിയ ഉപദേശം അർത്ഥവത്താണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, കൂനൂ ഖവ്വാമിന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നീതിക്ക് നിലകൊള്ളുന്നവരായി തീരണം. കേട്ടാ, അല്ലാഹുവിന് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുന്നവരായി തീരണം. നമ്മളെ വിളിച്ചിട്ട് പറയാൻ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്, എന്നാൽ വിശ്വാസികളെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. അവരോട് പറയാൻ, അല്ലാഹുവിന് വേണ്ടി സത്യം വഹിക്കുന്നവരായ, സാക്ഷ്യം വഹിക്കുന്നവരായ രീതിയിൽ നീതിക്ക് നിലകൊള്ളുന്നവരായി നിങ്ങൾ നിലയുറപ്പിക്കണം. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം, വെറുപ്പ്, അവർക്ക് എതിരെ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും വിഭാഗത്തോടുള്ള വിദ്വേഷം, അവർക്കെതിരെ എന്തെങ്കിലും അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നീതി പാലിക്കണം. അത് തഖ്വയായി ഏറ്റവും അടുത്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നീതിയിലായിരിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൗദ്ധൈവ വിശ്വാസികൾ, ജൂതർ, ക്രൈസ്തവർ, അഗ്നിപൂജകർ, ദൈവനിഷേധികൾ എന്നിവരോടൊക്കെ നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? ഏറ്റവും നല്ല രീതിയിലായിരിക്കണം. കാരണം അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞില്ലേ, ഫലഅല്ലക ബാഖിയുൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ, ഇവർ സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നില്ലയോ എന്നോർത്ത് സങ്കടപ്പെട്ട് താങ്കൾ സ്വയം നശിച്ചേക്കുമോ
എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ, ജൂതര്, ക്രൈസ്തവര്, അഗ്നിപൂജകര്, മജൂസികള്, ദൈവനിഷേധികള്, ഇവർ ഈ സത്യം ഉൾക്കൊള്ളുന്നില്ലയോ എന്ന് ഓർത്ത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ വെടിഞ്ഞേക്കുമോ? അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ സ്നേഹമായിരുന്നു. അവർ ഇതിലേക്ക് വരാൻ വേണ്ടി, യഥാർത്ഥ പാന്താവിലേക്ക് വരാൻ വേണ്ടി, അവർ നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി താങ്കളുടെ ജീവൻ പോലും വെടിഞ്ഞു പോകുമല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ, ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധമില്ല, ദീനിൽ നിർബന്ധമില്ല. എങ്ങനെയായിരിക്കണം ദീന്? അത് ഏത് വഴിയായിരിക്കണം? ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് തിരികൊളുത്തി വെക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ. ആ വെളിച്ചത്തിന്റെ തിരി ഞാൻ ഇങ്ങനെ വെച്ചാല് ആ വെളിച്ചത്തിലേക്ക്, ആ തീയിലേക്ക് പാറ്റകളും ചെള്ളുകളും ഇങ്ങനെ പാറി വന്ന് വീണിട്ട് ചത്തൊടുങ്ങാൻ വേണ്ടി നോക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ആ ചത്തൊടുങ്ങാൻ വേണ്ടി നോക്കുന്ന പാറ്റകളെയും ചെള്ളുകളെയും അകറ്റി മാറ്റുകയാണ്. അതെ, നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് പിന്നിൽ നിന്ന് വലിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ്? നരകത്തിലേക്ക് വീഴാതിരിക്കാൻ അവരെ യഥാർത്ഥ ദീനിലേക്ക് പിടിച്ചു വലിക്കുക. കാരണം ഈ ദീനിലേക്ക് വീഴുന്ന പാറ്റകളെ അകറ്റുന്നത് പോലെ അവരോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്ത് ആരെങ്കിലും അറിയണമെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഖുർആൻ പാരായണം ചെയ്തിട്ട്, ഈ ആയത്ത് പാരായണം ചെയ്തിട്ടാണ്. ഏതെന്നറിയോ? ഖുൽ തആലൗ, ഏയ് നബിയെ പറയുക, നിങ്ങൾ ഇങ്ങോട്ട് വാ. അത്ലു മാ ഹറമ റബ്ബുക്കും ഇലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. അല്ലാ തുശ്രികു ബി ഷൈഅ, അതിലൊന്നെന്താ? അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ വേണ്ടി പാടുള്ളതല്ല, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാക്കിൻ, ദാരിദ്ര്യത്തിന്റെ പ്രേരിപ്പിച്ച്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും, അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് നാമാണ്. വലാ തഖബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വ മാ ബതൻ, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷമായതോ പരോക്ഷമായതുമായ ഏതെങ്കിലും നീചവൃത്തികളെ നിങ്ങൾ സമീപിച്ച് കളയരുത്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായമല്ലാതെ ഒരാളുടെ ജീവൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ എടുത്തു കളയരുത്. ഒരാളുടെ ജീവൻ അത് വിച്ഛേദിച്ച് കളയരുത്, ജീവൻ എടുത്തു കളയാൻ വേണ്ടി പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ജീവനാണ്. അല്ലത്തി ഹറമല്ലാഹ്, അല്ലാഹു ആദരിച്ച ജീവനാണ്. അതുകൊണ്ട് തന്നെ ന്യായമല്ലാതെ അത് എടുത്തു കളയാൻ വേണ്ടി പാടുന്നതല്ല. ദാലികും വസാഖു ബിഹി ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ്. പിന്നെ പറയാ, ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده, യതീം കുട്ടികളുടെ സ്വത്തുക്കൾ നിങ്ങൾ അവർ പ്രായപൂർത്തി എത്തുന്നത് വരെ അത് വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണം, ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, നീതിപൂർവം അളവിലും തൂക്കത്തിലും തികവ് വരുത്തണം. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്ആ, ഒരാൾക്കും കഴിവിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നാം വിശദീകരിക്കുന്നില്ല. വൈദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതി സംസാരിക്കണം. വലൗ കാന ദാ ഖുർബ, നിങ്ങളുമായി ഏറ്റവും അടുത്തവരായാൽ പോലും നീതിയിൽ സംസാരിക്കണം. ബിഅഹ്ദില്ലാഹി അഫൂ, അല്ലാഹുമായിട്ടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കണം. ദാലികും വസാഖും ബിഹി ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, ഇതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്, നേരായ പാന്താവ് എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിയുസ് സുബുൽ, നിങ്ങൾ വഴികേടുകൾ പിൻപറ്റരുത്. ഫതഫറഖ ബിക്കും അൻ സബീലി, അത് നിങ്ങളെ ചിന്ന ചിന്ന വ്യത്യസ്ത വിഭാഗങ്ങളായും ഗോത്രങ്ങളായും വേർതിരിച്ചു കളയും. നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ്. സഹോദരന്മാരെ, ഈ ആയാത്തുകൾ മൊത്തം മനുഷ്യ സമൂഹത്തിന് വേണ്ടിയുള്ള ഉപദേശങ്ങളാണ്. നശ്വരമായ ഈ ലോകത്ത് മാത്രമല്ല,
ശാശ്വതമായ പരലോക ജീവിതത്തിലും ഒരാളും അനീതിക്ക് വിധേയനാകാൻ വേണ്ടി പാടുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ എന്ന് പ്രത്യേകിച്ചിട്ടല്ല ഇത് ഉപദേശിക്കുന്ന, മറിച്ച് മുഴുവൻ മനുഷ്യ സമൂഹക്കും വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വനളഉൽ മവാസീനൽ ഖിസ്തി ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സും ഷൈഅ. ഖിയാമത്ത് നാളിൽ കൃത്യതയുള്ള ത്രാസുകൾ സ്ഥാപിക്കും. ഒരാളോടും ഒരു അനീതിയും അവിടെ ഉണ്ടാവുകയില്ല. വഇൻ കാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ. ഒരു കർമ്മം അത് കടുകുമണിയോടാണെങ്കിലും നാം അതിനെ വിലയിരുത്തും, നാം അതിനെ കൊണ്ടുവരും. വഖഫാ ബിനാ ഹാസിബീൻ. കണക്ക് നോക്കുവാൻ നാം തന്നെ മതിയെന്നാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ മൊത്തം ആൾക്കാർക്കും പൊതുവായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹദീസിൽ കാണാം, അനീതി ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല, നിങ്ങൾക്കിടയിലാകട്ടെ ഞാനത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളും മറ്റുള്ള ഒരാളോടും അനീതി ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ്. സഹോദരന്മാർ, ഇതാണ് ഇസ്ലാമിന്റെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ അംഗീകരിക്കുന്ന ശരിയായ മാനവിക വീക്ഷണം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ നീതി എന്നുള്ളതാണ്. ഇപ്പൊ സഹൽ ബിൻ ഹുനൈഫും ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുമ അവരൊരിക്കലും ഖാദിസിയ യുദ്ധത്തിന്റെ ആ സമയത്ത് ഒരിക്കൽ അവരിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പൊ അവരോട് ചോദിച്ചു, എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു അമുസ്ലിമിന്റെ ജനാസ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അമുസ്ലിമിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയോ? അപ്പൊ സഹാബികൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർറത ബി ജിനാസത്തുൻ ഫഖാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ ഇങ്ങനെ ഒരിക്കൽ ഒരു അമുസ്ലിമിന്റെ ജിനാസ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. ഫഖീല ലഹു ഇന്നഹാ ജിനാസത്തുൻ യഹൂദി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അത് യഹൂദിയുടെ ജനാസയല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ, അലൈസത്ത് നഫ്സ, എന്തേ അതും ഒരു മനുഷ്യനല്ലയോ, ജൂതനും ഒരു മനുഷ്യനല്ലയോ? അപ്പൊ ഇതര മതസ്ഥരോട് ആദരവ് കാട്ടുന്ന ഈ സംഭവം ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നില്ല. കാരണം ഈ റിപ്പോർട്ട് ചെയ്ത ജാബിർ ഇബ്നു അബ്ദുള്ള പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതന്റെ മൃതദേഹം ഇങ്ങനെ കണ്ണിന്ന് മറയോളം അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് അതിനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. സഹോദരന്മാർ, ഒരു വിഷയത്തിലും മുഴുവൻ മനുഷ്യരും ഏകാഭിപ്രായം സ്വീകരിക്കണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ തന്നെ നോക്കിയ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ എത്ര അഭിപ്രായങ്ങളാണ്. ഈ മദ്ഹബ് വിച്ഛേദനം, മദ്ഹബിന്റെ അഭിപ്രായ ഭിന്നതയൊക്കെ വരാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർക്കിടയിൽ മസലകളിൽ വന്ന ഇഖ്തിലാഫാണ്. അങ്ങനെ ഇരിക്കെ പൊതുവായ മതസമൂഹം എന്ന രീതിയിൽ എല്ലാവരും ഒരേ അഭിപ്രായം സ്വീകരിക്കുമോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലൗ ശാ റബ്ബുക ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദ വലാ യസാലൂന മുഖ്തലിഫീൻ. നിന്റെ റബ്ബ് ഉദ്ദേശിക്കുന്നെങ്കിൽ മനുഷ്യരെ മുഴുവൻ ഒരൊറ്റ സമൂഹമാക്കി മാറ്റുമായിരുന്നു. അവർ എക്കാലത്തും ഇതുപോലെ ഭിന്നാഭിപ്രായത്തിലായിരിക്കും, എപ്പോഴും ഭിന്നാഭിപ്രായത്തിലായിരിക്കും. മനുഷ്യന്മാർ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ 2-3 അഭിപ്രായങ്ങൾ ഉണ്ടാവും. എന്നിരിക്കെ ഒരു നാട്ടിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഒരു കമ്മിറ്റിയിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതുപോലെ ഒരു സമൂഹത്തിൽ വ്യത്യസ്തമായ ഭിന്നമായ പല അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതിനെ യോജിപ്പിക്കുക എന്നത് അസാധ്യമായ സംഗതിയാണെന്ന് മനുഷ്യന്റെ പ്രകൃതം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതുകൊണ്ടാണ് ആദർശപരമായ വിയോജിപ്പുകൾ സാധാരണമാണ്. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ആശയങ്ങളും ലോകാന്ത്യം വരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഭിന്ന ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരുമായിട്ടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതിന്റെ സൂചനയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരെയും ഒന്നിച്ച് വിശ്വസിപ്പിക്കുമായിരുന്നു. പിന്നെ നീയായിട്ടെന്ത് ജനങ്ങളാകെ വിശ്വാസികളാകാൻ വേണ്ടി മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ സമൂഹങ്ങളെയും ഒന്നാക്കുമായിരുന്നു. പിന്നെ താങ്കൾ എന്തിനാണ് താങ്കൾ ഈ ജനങ്ങളെ മുഴുവനും വിശ്വാസികളാക്കാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധം പിടിക്കേണ്ട ആവശ്യം എന്താണ്
എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇസ്ലാമിക സമൂഹത്തിന് ഒറ്റ കാര്യമേ ചെയ്യാറുള്ളൂ. തങ്ങൾക്ക് പരമ സത്യമെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട സംഗതികൾ ഗുണകാംക്ഷയോടെ സ്നേഹപൂർവം ശാന്തമായ അന്തരീക്ഷത്തിൽ ഉത്കൃഷ്ടമായ ശൈലിയിൽ ബോധ്യപ്പെടും വിധം പ്രിയപ്പെട്ട സഹജീവികൾക്ക് കൂടി പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൻ ജാദലുക ഫഖുലില്ലാഹു അഅലമു ബിമാ തഅമലൂൻ. നിന്നോട് തർക്കിക്കാൻ വേണ്ടി ചില ആൾക്കാരുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കണം, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമത്തി ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. നിങ്ങൾ ഈ അഭിപ്രായ ഭിന്നതയിലായ കാര്യമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചിത്രത്തിലായ കാര്യമുണ്ടല്ലോ, ഈ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി കൽപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി കൽപ്പിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഷണ്ടയിലും ശിദ്രതയിലും കക്ഷിത്വത്തിലും ഗ്രൂപ്പിലും പരസ്പരം കണ്ടാൽ സലാം ചെല്ലാത്ത രീതിയിലും അല്ലെങ്കിൽ ഒരു അമുസ്ലിം വരുമ്പോൾ മുഖം കൊടുക്കാതെ തിരിഞ്ഞു നോക്കുന്ന അവസ്ഥയിലും ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ വേണ്ടി പാടുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ അയച്ച സഹോദരന്മാരെ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്കാകമാനം, ലോകർക്കൊന്നടങ്കം കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. ലോകർക്കൊന്നടങ്കം എല്ലാ മുസ്ലിമിനും ക്രൈസ്തവനും ജൂതനും മുസ്ലിമിനും വിശ്വാസിക്കും അവിശ്വാസിക്കും കാരുണ്യമായിട്ടാണ് ആരെ അയച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അയച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ബലാത്കാരത്തിൻ്റെയോ കീഴടക്കലിൻ്റെയോ അല്ല, ദയാവായ്പിൻ്റെയും മാനവ ഐക്യത്തിൻ്റെയും ശൈലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല റിപ്പോർട്ടുകളുണ്ട്. ഒരിക്കലും അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം ഇങ്ങനെയായിരുന്നു. മദീനയിലെ തൻ്റെ ചരക്കുകൾ കച്ചവടത്തിന് പ്രദർശിപ്പിക്കായിരുന്ന ഒരു ജൂതൻ, അപ്പോൾ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം മറ്റൊരാൾക്ക് നൽകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ ജൂതൻ ഇങ്ങനെ പറഞ്ഞു, ലാ വല്ലദീ ഇസ്തഫാ മൂസ അലൈഹിസ്സലാം അലൽ ബശർ. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായി അള്ളാഹു തെരഞ്ഞെടുത്ത മൂസ തന്നെയാണ് സത്യം. ജൂതന്റെ പ്രതികരണം അതാര് കേട്ടു? അൻസാരികളിൽപ്പെട്ട ഒരു മുസ്ലിമായ സഹാബി ഇങ്ങനെ കേൾക്കുകയായിരുന്നു. അയാൾ പോയിട്ട് എന്താക്കി, ജൂതന്റെ കരണക്കുറ്റിക്ക് ഒരടി അങ്ങ് അടിച്ചു കൊടുത്തു. ഈ ജൂതൻ ആകെ വെപ്രാളപ്പെട്ടു. ജൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, കാരണം അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വിളിക്കില്ല, മുഹമ്മദേ, നിങ്ങളും നമുക്കിടയിൽ ഒരു കരാറുണ്ടല്ലോ, ആ കരാറിലാണല്ലോ നമ്മൾ കഴിയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ സഹായിക്കാം, നിങ്ങൾ ആരും ആക്രമിക്കാതിരിക്കുക എന്നൊരു കരാറുണ്ടല്ലോ. എന്നെ ഇതാ ഇന്ന ആൾ ആക്രമിച്ചിരിക്കുന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞതായിരുന്നു പ്രശ്നം എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിനെ വിളിച്ചു, എന്താണ് പ്രശ്നം? റസൂലേ, താങ്കൾ ജീവിച്ചിരിക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ മൂസയാണെന്ന് അയാൾ പറയാൻ. അപ്പൊ ഞാനൊരു കരണക്കുറ്റിക്ക് ഒന്ന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ പറയാൻ, ഫഖളിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ കോപാവിഷ്ടനായി, ദേഷ്യം പിടിച്ചു. ഹത്താ ഉരിഫൽ ഗളബു ഫീ വജ്ഹി, അത് മുഖത്ത് വ്യക്തമാകുന്ന രീതിയിൽ. സുമ്മഖാൽ ലാ തുഫസ്സിലു ബൈന അംബിയാഇല്ല, പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കാണിക്കുന്ന പ്രവർത്തനം നിങ്ങൾ ഇന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് വിലക്കിയാണ്? സഹാബിക്ക് വിലക്കിയതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സഹോദരന്മാരെ, എത്ര റിപ്പോർട്ടുകളാണ്. മദീനയിൽ കാലുകുത്തിയ ആദ്യ നാളുകൾ തന്നെ വിവിധ മതവിഭാഗങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രധാന ഉടമ്പടികൾ ഉണ്ടാക്കിയിരുന്നു. അവ ഒരിക്കലും റദ്ദ് ചെയ്യുവാനോ ലംഘിക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതിർന്നില്ല. ലംഘനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ജൂത വിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അമുസ്ലിങ്ങളിലായിരുന്നു. സമാധാനപരമായ സഹവർത്തിത്വം, അപരനെ അംഗീകരിക്കൽ എന്നീ തത്വങ്ങൾ പാലിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ നിഷ്ഠ പുലർത്തിയിരുന്നു. പലർക്കും വിചിത്രമായി തോന്നുന്ന സംഗതികളിൽ പോലും അതിസമ്പന്നരായ ധാരാളം അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരിക്കെ തന്റെ ഇരുമ്പ് പടങ്ങി പണയം വെച്ചത് ജൂതനിലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വ്യക്തമായ അള്ളാഹുവിന്റെ പങ്കാളിയെ സങ്കല്പിക്കുന്ന ഗുരുതരമായ ബഹുദൈവ വിശ്വാസം പുലർത്തുന്നവരായിട്ടും
ക്രിസ്തു മതവിശ്വാസികളുമായി ഒന്നിലധികം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി കരാറിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉദ്ധരിക്കാൻ വേണ്ടി സാധിക്കും. ഇത് പറഞ്ഞു എന്തിനാണ് സഹോദരന്മാരെ? നമുക്കറിയാം നമ്മുടെ ദീനിൽ വലാഇന്റെയും ബറാഇന്റെ ഒക്കെ പേരിൽ പറഞ്ഞിട്ട് വളരെ ചിത്രത്തിലും കക്ഷിത്വത്തിലും ഉള്ളിൽക്കുന്ന ഒരു പ്രത്യേക വിവാദം കാണാൻ വേണ്ടി സാധിക്കും. ബറാ അവരുമായി അമുസ്ലിങ്ങളുമായി ഒരു സഹവർത്തിത്വം പാടില്ല. സഹവർത്തിത്വം ഒക്കെയും മുസ്ലിങ്ങളുമായിട്ട്. സഹോദരന്മാരെ, പ്രവാചകന്മാർ എവിടെയാ വന്നത്? അമുസ്ലിം സൊസൈറ്റിയിലാണ്. എല്ലാ പ്രവാചകന്മാരും വന്നത് മുസ്ലിങ്ങൾക്കിടയിലല്ല. പ്രവാചകന്മാർ വന്നത് എവിടെയാണ്? അമുസ്ലിങ്ങളുടെ രാഷ്ട്രത്താണ്. തികച്ചും പൂർണ്ണാർത്ഥത്തിൽ കുഫാറുകളുള്ള നാടുകളിലാണ്. അവിടെ എങ്ങാനും പ്രവാചകന്മാർ ഈ പറയുന്ന രൂപത്തിൽ ബറാവ് വെച്ച് പുലർത്തിയിരുന്നെങ്കിൽ ദഅവത്ത് നടക്കുമോ? ദഅവത്തിന്റെ അടിസ്ഥാനപരമാണ് സഹവർത്തിത്വം എന്ന് പറയുന്നത്. ആ സഹവർത്തിത്വത്തിൽ ഊന്നുന്ന എല്ലാ പ്രവർത്തനങ്ങളും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചിരുന്നു. ഒന്ന്, ഇപ്പൊ നമുക്കറിയാം, കാശ്മീരിൽ ഇപ്പൊ അടുത്ത് നടന്നൊരു പ്രശ്നം, നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചു വെടിവെച്ചു എന്നാണ്. അതിനൊക്കെ പിന്നിലൊക്കെ പല രാഷ്ട്രീയമായ നേട്ടങ്ങളും ലാഭക്കൊയ്ത്തുകളൊക്കെ ചിലർക്ക് കൊയ്തെടുക്കുന്നുണ്ടാവാം. പക്ഷേ യഥാർത്ഥ മുസ്ലിമിന് അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ വേണ്ടി സാധ്യമല്ല. കാശ്മീരിൽ കൊല്ലപ്പെട്ടത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണെന്ന് നമുക്ക് ഏത് ചരിത്രം വായിച്ചു നോക്കുന്നതിനറിയാം. ഏറ്റവും അവിടെ കൊല്ലപ്പെട്ടതാണ് അത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നീ മുസ്ലിമാണോ എന്ന് ചോദിച്ച് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ ഒരു മുസ്ലിമിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാകുകയില്ല. മുസ്ലിം ലോകങ്ങളിൽ, മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ അമുസ്ലിങ്ങൾക്ക് നേടിയെടുക്കുന്ന സമാധാനവും ശാന്തതയും ഉദാഹരണ സഹിതം നമുക്ക് എവിടെയും ഉദ്ധരിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താണെന്ന് രണ്ട് തരത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, ഇതിന്റെ ഉള്ളിൽ നിന്ന് പാരവെക്കുന്ന ചില പ്രവർത്തനങ്ങൾ. രണ്ട്, ഇതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കാനും ശിദ്രതി ഉണ്ടാക്കാനും പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങൾ. ഇതിന് രണ്ടിനെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നല്ല സൗഭാഗ്യങ്ങളും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ, ആ കുട്ടികൾ ഏതോ ഒരു ലോകത്താണ് കഴിഞ്ഞുകൂടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുകയില്ല. ഇപ്പോൾ 25 വർഷം, 30 വർഷം, 35 വർഷം, 40 വർഷമൊക്കെ ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പിന്നോട്ടൊന്ന് എത്തി നോക്കിയാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ നല്ല വിഭവമായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത് ഒന്നെങ്കിൽ അവില് കുഴച്ചത്, അല്ലെങ്കിൽ ഒരു നെയ്ച്ചോറ്, ഇറച്ചിക്കറി. ഇപ്പോൾ ഫുഡിൽ പോലും മാറ്റം വന്നു. നമുക്ക് പോലും അറിയാത്ത പല പേരുകളും പല രീതികളുമാണ് വളർന്നു വരുന്നത്. നമ്മുടെ സ്വപ്നത്തിൽ പോലും ദർശിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെയൊക്കെയാണോ? കുട്ടികളുടെ മനഃശാസ്ത്രം, ഇപ്പോൾ സൈക്കോളജിസ്റ്റ്മാർ, അവർക്ക് പോലും തിരിച്ചറിയുന്നില്ല. എത്ര നല്ല സൈക്കോളജിസ്റ്റിന് പോലും തിരിയില്ല കുട്ടികൾ ഈ മനഃശാസ്ത്രം എന്താണ്. കാരണം അവർ പല രൂപത്തിലും പല പിന്നാലെയാണ്. എന്താണ് അത് തിരിച്ചറിയുന്നത്? അടുക്കളയിലേക്ക് പോകുമ്പോൾ ഉപ്പ് വരുമ്പോൾ, അല്ലെങ്കിൽ മകൾ ഉണ്ടെങ്കിൽ അടുക്കളയിൽ പോകാത്ത ഉപ്പ, അല്ലെങ്കിൽ ഉപ്പ അടുക്കളയിൽ ഉണ്ടെങ്കിലും അടുക്കളയിലേക്ക് കയറാത്ത മകള്. മകൻ കയറി വന്നിട്ടുണ്ടാവും, ഒരു സലാമോ മിണ്ടാട്ടോ ഒന്നുമില്ല, കാരണം അത് ഉപ്പുണ്ട് അവിടെ. എന്നിങ്ങനെയുള്ള ഭിന്നത നമ്മുടെ കുടുംബത്തിൽ തന്നെ തുടങ്ങുകയാണ്. ഏത് രൂപത്തിലാണ് ഇതിൻ്റെയൊക്കെ ഒരു അവസാനം എന്നൊരു പിടുത്തമില്ല. ഏതോ ഒരു ലോകത്തോട് അവരിങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കും. നമുക്കാകട്ടെ അവർ എങ്ങനെയാണ് കടിഞ്ഞാണിടുക എന്ന് പോലും നമുക്കറിയില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവര് മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കെട്ടിയിടുന്ന, നമ്മളെ ഒതുക്കുന്ന, നമ്മളെ ഈ വലയത്തിലാക്കുന്ന ഒരു ആൾക്കാരാണ്. നമുക്കിതിനൊക്കെ പുറത്ത് കിടക്കണം, സ്വതന്ത്രമായി ജീവിക്കണം. ഇവരൊക്കെ അസ്വാതന്ത്ര്യം നമുക്ക് വെച്ച് വിളമ്പുന്ന ആൾക്കാരാണ്. നമുക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കല്യാണം ഒന്നും വേണ്ട, കുറച്ച് കഴിയട്ടെ, പഠിക്കട്ടെ, ജോലി കിട്ടട്ടെ, അവസാനം എത്തിപ്പെടാകട്ടെ. തികച്ചും നമ്മളെ സ്വപ്നത്തിൽ പോലും കാണാത്ത മേഖലകളിലായിരിക്കും നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീടുകളിൽ കഴിയുന്നവർ പോലും എത്തിപ്പെടുന്നത്. സഹോദരന്മാർ, ഇതെങ്ങനെയാണ് നമുക്ക് കടിഞ്ഞാനിടുക? നമുക്കൊരു എത്തും പിടിയില്ല. പക്ഷേ ഒരു മാർഗത്തിലൂടെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. അതേതാണെന്ന് ചോദിച്ചാൽ ദീനീ വിജ്ഞാനം പരമാവധി നൽകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ്. കുലുമാലും കുഴപ്പവും വെപ്രാളും ബഹളവും ഒച്ചപ്പാടും ഇതിന് പകരം സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സ്നേഹ വായ്പ അടിസ്ഥാനത്തിലുള്ള ഒരു സ്വഭാവ രീതി നമ്മൾ ഉണ്ടാക്കുക.
സഹോദരന്മാരെ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ എത്ര വലിയൊരു നല്ല ദായിയാണെന്ന് നമ്മൾ കരുതുന്ന പോലും അടുത്ത് നിന്നാൽ നമുക്കറിയാം അയാളുടെ സ്വഭാവം വളരെ മോശമാണ്. ഒരു യാത്രയിൽ പോയാൽ മതി, ഒരു ഉംറ യാത്രയിൽ ഒന്ന് കറങ്ങിയോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ദൂരെ യാത്ര 1-2 ദിവസം യാത്ര ചെയ്തൊക്കെ ബാംഗ്ലൂരിലേക്ക് ഇവിടുന്ന് യാത്ര ചെയ്ത ആ യാത്രയിൽ തിരിയും എന്താണ് സ്വഭാവം എന്നുള്ളത്. ഈ സ്വഭാവത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും കൂടുതലുള്ള വിഷമായിരിക്കും വീടുകളിൽ ഉണ്ടാകുക. കാരണം വീട്ടിൽ എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും എൻ്റെ അടിമകളാണ്, എൻ്റെ കീഴിൽ അവർ ഞാൻ പറയുന്നത് കേട്ടിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ കുഴപ്പമാണ് എന്ന രീതിയിൽ വീട്ടിൽ കയറുമ്പോൾ തന്നെ എപ്പോഴും ബഹളം ഉണ്ടാക്കുന്ന ഒരു പിതാവാണെങ്കിൽ ആ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഭാര്യയ്ക്കും വിചാരിക്കും അതാ കയറി വരുന്നുണ്ട്, മക്കൾക്കും വിചാരിക്കും അതാ വരുന്നുണ്ട് ആള്, അല്ലേ എന്നുള്ളൊരു രീതിയായിരിക്കും. അതുകൊണ്ട് ഒന്നാമത് ഏറ്റവും നല്ല സ്വഭാവം നമ്മൾ സ്വയം ഉണ്ടാക്കാൻ പരിശ്രമിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഖുർആനാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം. ആരാ പറയുന്നത്? ഭാര്യമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടി വർഷങ്ങൾക്ക് ശേഷം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ്? ഖുർആനാണ്. നമുക്കങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ മക്കൾ ചിലപ്പോൾ ഒരു ദിവസം നിസ്കാരത്തിന് വിളിച്ചാൽ ചിലപ്പോൾ മകൻ എണീറ്റ് കൊള്ളണമെന്നില്ല. അവിടെ കുഴപ്പമില്ല. മകളെ വാതിലിന് ഒരു പ്രാവശ്യം മുട്ടിയാൽ ചിലപ്പോൾ അവൾ ഫജ്റിന് എണീറ്റ് കൊള്ളണമെന്നില്ല. അവിടെ ബഹളമയല്ല, അവിടെ നിസ്കാരത്തിൽ തന്നെ വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല, അവർ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതിന് എങ്ങനെയൊക്കെ നസീഹത്ത് ചെയ്യാൻ വേണ്ടി പറ്റും ആ രൂപത്തിൽ നമ്മൾ നിരന്തരം പരിശ്രമിക്കുക. അതിൽ നമ്മൾ വ്യക്തമായ ക്ഷമ വെച്ച് പുലർത്തുക എന്നത് മാത്രമാണ് ഇന്നത്തെ കാലത്ത് അവരെ നമ്മളെ കൂട്ടിപ്പിടിക്കാനുള്ള പോംവഴിയായിട്ടുള്ളത്. രണ്ടാമത് സഹോദരന്മാർ, അവർക്ക് ദീനി തർബിയത്ത് കൊടുക്കുക എന്നതാണ്. ദീനി വിജ്ഞാനം കൊടുക്കുക, ഖുർആൻ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുക, ഖുർആൻ ക്ലാസ് പഠിപ്പിക്കുക, വീട്ടിൽ മഗ്‌രിബിന് ശേഷം ഒന്ന് ഖുർആൻ പാരായണം ചെയ്ത് തഫ്സീറുകളൊന്ന് വായിക്കുക, ഖുർആനെ പറ്റിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ പറ്റിയുള്ള അവബോധം അവർക്ക് നിരന്തരം നൽകിക്കൊണ്ടേയിരിക്കുക. അതിൽ മാത്രമേ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധ്യമുള്ളൂ. സഹോദരന്മാരെ, അതിൻ്റെ വഴിയും കൂടിയാണ് ഇപ്പൊ കേരള സ്റ്റുഡന്റ് കോൺഫറൻസ് എന്ന പേരിൽ ഈ മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് ഒരു മഹത്തായ പ്രോഗ്രാം നടക്കുന്നത്. കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം. 8ാം ക്ലാസ് മുതൽ തുടർന്ന് അങ്ങോട്ട് ഡിഗ്രി തലം വരെയുള്ള നമ്മുടെ മക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ് അത് സംഘടിപ്പിക്കുന്നത്. മെയ് 11 എൻ്റെ പരിസമാപ്തി. മെയ് 6-ാം തീയതി അത് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മെയ് 11 നമ്മുടെ കുട്ടികളെ അവിടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇവിടുന്ന് വാഹന സൗകര്യം ഉണ്ടാകും. അത് കമ്മിറ്റിക്കാരുമായിട്ട് ബന്ധപ്പെടുക, അന്വേഷിക്കുക, നമ്മളെ മക്കളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. കൂടാതെ ഇത്തരം വരുന്ന പല പ്രോഗ്രാമുകളുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുടുംബപരമായ പല പ്രോഗ്രാമുകളും മാറി വരുന്നുണ്ട്. അത്തരം പ്രോഗ്രാമുകളും അത്തരം ക്ലാസ്സുകളും എവിടേക്കാണെന്ന് നോക്കിയിട്ട് അവിടത്തേക്ക് നമ്മുടെ മക്കളെ അയക്കാം. CRI ക്ലാസ്സുകൾ ഉണ്ടാകും. എല്ലാ ആഴ്ചക്കും നടക്കുന്ന CRI ക്ലാസ്സുകളിൽ, അതായത് മുതിർന്ന വിദ്യാർത്ഥികൾക്കുള്ള CRI ക്ലാസ്സുകൾ, അവിടത്തെ സ്ഥിര പഠിതാവാക്കാൻ വേണ്ടി നമ്മളെ മക്കളെ മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുക. ദീനീ വിജ്ഞാനത്തിൽ നിന്ന് അകറ്റാതെയുള്ള ഒരു പരിശ്രമം കൂടി ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖിനാൽ അവർ നമ്മുടെ മക്കളായി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മഹാരോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്ന് ഉണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിയിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി, ദൃഢതയോടുകൂടി, സ്വയം പര്യാപ്തതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളേവരെയും മാറ്റണമേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.